ഇനിയോ പിശാച് വിവിധ രൂപത്തിൽ വരും എന്ന് മറ്റൊരു മുജാഹിദാരും പറയുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാൻ്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. അപ്പൊ ഒരു വിഭാഗത്തിന്റെ ഈമാൻ തകർന്നു, മറ്റേ വിഭാഗം എന്ത് ചെയ്തു? ജിന്ന് കൊണ്ട് തൗഹീദ് തകർന്നപ്പോ പരസ്പരം കുറ്റം പറയാണ്. അതിൽ ഒരാൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ മേശരിമാരാണ് അങ്ങനെ നടക്കുക, പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ മുഹദ്ദിസാണ് അയാൾ സലാം സുല്ലമി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ കോലത്തിലുണ്ടാവുക ഈ കൽപ്പണിക്കും അതുപോലെ തന്നെ തടിയുടെ പണിക്കും ഒക്കെ വരുന്ന മേശരിമാരുടെ വേഷത്തിൽ നടക്കുന്നത് ആരാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ മുഹദ്ദിസായ സലാം സുല്ലമിയാണ്. മറുഭാഗത്തുള്ളതോ തീവ്രവാദി മുജാഹിദായ സക്കരിയ സലാഹി. അയാൾ പറയുന്നു ഞങ്ങളുടെ ജിന്നുകൾ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റേ ആൾ പറയുന്നു നിങ്ങളുടെ തൗഹീദ് തകർന്നു. പറയടോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നണ്ടുന്നവരെ പറയും നിങ്ങൾ എവിടെ? നിങ്ങൾക്ക് ജിന്ന് എവിടെ? കുട്ടികളെ തൗഹീദ് പറയടോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നണ്ടുന്നവരെ പറയും നിങ്ങൾ എവിടെ? നിങ്ങൾക്ക് ജിന്ന് എവിടെ? കുട്ടികളെ തൗഹീദ് സുല്ലമി ആത്തർച്ചി ഞങ്ങൾ കലക്കും. ഏതായാലും ശരി, ഇതുപോലെ പരസ്പര വിരുദ്ധമായി സിഹറുണ്ടാകും, സിഹറുണ്ടാവുകയില്ല, മന്ത്രം പാടുണ്ട്, മന്ത്രം പാടില്ല തുടങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമായി മതം പറയുമ്പോൾ ഒരു ഭാഗത്ത് പറയുന്നു മന്ത്രത്തെ കളിയാക്കുന്നു പോലെ മന്ത്രം നോ. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ ബരിഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും അല്ലെ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിന് വരയും പോലെ തെലുങ്കും പലങ്കും വരയ്ക്കുക, അലിഫ് ലാമ് അലിഫ് റാ എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരൻ ഗുളികപ്പൊതി മുളച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുഴിപ്പുടിച്ചാലും അതന്നെ, ബാറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലും അത് തന്നെ, കാളവൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർച്ചമരത്തുമ്പോ കയറണ ഇരിക്കാലി പോത്തിന്റെ അരയിലും അത് തന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയലാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഇത്രയും കേട്ടപ്പോ എന്താ നമുക്ക് മനസ്സിലായത്? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പലതും ശിർക്കാണ്. ഇനി അയാൾ തന്നെ പറയുന്നത് മന്ത്രമൊക്കെ ചെയ്യണമെന്നാ പറ. ഓരോ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും. ശൈത്താനുള്ള പ്രൊട്ടക്ഷൻ ആണത്. സുബൈ നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും, അസർ നമസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ചെല്ലണം. കണ്ടോ? കിടക്കാൻ സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതണം. മഗ്രിബിനും സുബൈക്കും ശേഷം 3 തവണ ഓതണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി 99 തികയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് അത് എന്ത് ചെയ്യണം? അതിൽ പൂർത്തിയാക്കണം. നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സെന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഓതി ഊതി തടവി കൊടുത്ത കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്ത. നബി പറഞ്ഞു നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ? അല്ലാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്.
ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. ആദ്യം അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം പറഞ്ഞ മൗലവി നേരെ വിരുദ്ധമായി പറയുന്നു. മുജാഹിദുകളെ, ഇതിലേതാ ഇസ്ലാം? പഴയ നിയമമോ പുതിയ നിയമമോ? ഓൾഡ് ടെസ്റ്റമെന്റോ ന്യൂ ടെസ്റ്റമെന്റോ ഇസ്ലാം? ഇതുപോലെ ദിവസം തോറും മതം മാറ്റി പറയുമ്പോ അതിന്റെ ഇടയിൽ വെച്ചവര് സ്വലാത്തിനെ കളിയാക്കി. ആദ്യം അവര് പറഞ്ഞു സ്വലാത്തുൻ നാരിയ ചെല്ലാൻ പാടില്ല. കാരണം എന്താണ്? നാറ് എന്ന് പറഞ്ഞാൽ നരകന്നാണ്, സ്വലാത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള സ്വലാത്താണ്. നാരിയ എന്ന് പറഞ്ഞൊരു സ്വലാത്തുണ്ടല്ലോ, എന്റെ സംഗതി തന്നെയാണ്. നരകത്തിൽ കിടക്കണ സ്വലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന ഒരു അർത്ഥം. അപ്പൊ അവരുടെ നാട്ടിൽ ഫയർഫോഴ്സ് ഉണ്ടെങ്കിൽ അവരെന്ത് പറയും? തീ കത്തിക്കാനുള്ള ഫോഴ്സ് എന്ന് പറയും. ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുന്ന ഫോഴ്സ് എന്നാ, തീ അണയ്ക്കാനുള്ള ഫോഴ്സ് എന്നാ. അതുപോലെ സ്വലാത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള സ്വലാത്താ. കാരണം എന്താണ്? സ്വലാത്തുൻ നാരിയയുടെ അവസാനം പറയുന്നുണ്ട്, അവിടുന്ന് ഇതുപോലെ ആ സ്വലാത്ത് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ നിലനിർത്തി പോരുന്ന വലിയ പുണ്യമുള്ള സ്വലാത്താണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് കൽപ്പിച്ചു. അത് പല ഘടനകളും രൂപങ്ങളുണ്ട്, വാചകങ്ങൾ നിർണിതമല്ല. ഹദീസിൽ വന്ന വാചകങ്ങൾ, ഇമാമുകൾ ചൊല്ലിയ വാചകങ്ങൾ, അങ്ങനെ വാചകങ്ങൾ പലതുമാകാം. അടിസ്ഥാനപരമായി അത് മുഴുവനും സ്വലാത്താണ്. അതിൽ ഒരുപാട് ഇമാമുകൾ കിതാബിൽ ഉദ്ധരിച്ച സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അതുകൊണ്ടത് ചൊല്ലിയാൽ അത് ബറക്കത്തുള്ളതാണ്, കൂലിയുള്ളതാണ്, വിമർശിക്കപ്പെടേണ്ടതല്ല. അതിൽ ഒരു പരാമർശം പോലും തെറ്റായ പരാമർശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ കുറിച്ച് തെറ്റായി വിശ്വസിക്കാൻ നമുക്ക് അവകാശമില്ല. അവിടത്തെയുടെ മഹബ്ബത്തിന് നിരക്കാത്ത ഒരു പ്രയോഗവും പ്രവർത്തനവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണം. അങ്ങേയറ്റത്തെ ഈമാനും മഹബ്ബത്തും അവിടത്തെയോടുണ്ടാകണം. പ്രിയപ്പെട്ടവർ,